നമ്മുടെ ഈ സന്തോഷ സംഗമത്തിൽ നമുക്ക് അനുഗ്രഹം പകരുന്നതിന് നമ്മുടെ മധ്യയെ സന്നിഹിതരായിരിക്കുന്ന പത്തനംതിട്ട രൂപതയുടെ അഭിനന്ദനായ പിതാവ്, തമിഴ്നാട്ടിൽ നിന്ന് മാപ്പാട് രൂപതയിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അഭിനന്ദനായ വിൻസെന്റ് പിതാവ്, ഇന്ന് നാമകരണ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഈ കലാലയത്തിന്റെ സ്ഥാപകരും നമ്മുടെ എല്ലാവരുടെയും പ്രിയ സ്നേഹിതരുമായ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത, പ്രസിഡന്റ് ശ്രീ ഗിരികുമാർ, സന്നിഹിതരായ നാഗരികര പ്രജാസനത്തിന്റെ വികാരികളായ നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട വലിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകരെ, സ്കൂളിലെ ഓഫീസ് സ്റ്റാഫുകളെ, സഹകാരികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്നേഹിതരെ, നമ്മെല്ലാവരെയും സംബന്ധിച്ച് ഇന്ന് സന്തോഷത്തിന്റെ ഒരു വലിയ മുഹൂർത്തമാണ്. 2005 ആരംഭിച്ച ഈ കലാലയം 20 വർഷം പൂർത്തിയാക്കുകയായി. 2 പതിറ്റാണ്ട് ഈ കലാലയം പൂർത്തിയാക്കുമ്പോൾ അനന്യമായതും സവിശേഷമായതും പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ അംഗലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ ഒരു നാമമാണ് ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ. അവിഭക്തമായ തിരുവനന്തപുരം അതിരൂപതയുടെ 2007 രൂപം കൊണ്ട മാവേലിക്കര രൂപതയുടെ വൈദികനായ ബഹുമാനപ്പെട്ട മഹാതലവത്തിൽ ഇതിന്റെ പങ്കെടുത്ത ശുശ്രൂഷയിൽ തിരുവനന്തപുരത്തും ഇപ്പോൾ മാവേലിക്കരയിലും ഏറ്റവും അധികം ശുശ്രൂഷ ചെയ്യുന്നത് ഗ്രാമങ്ങളിലും സാധാരണക്കാരായ ആളുകൾ തിരിപ്പാർക്കുന്ന ഇടങ്ങളിലുമാണ്. അതിന്റെ സവിശേഷമായ ശ്രദ്ധ മിഷൻ പ്രദേശങ്ങളിലെ കുടുംബങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിന് ആവശ്യമായ മേഖലയിൽ നേതൃത്വം നൽകുന്നതിന് ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സമർപ്പണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശം വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ ഇവിടുത്തെ പൗര സമൂഹത്തെ രൂപപ്പെടുത്താനാവും എന്ന് തിരിച്ചറിഞ്ഞ ബഹുമാനപ്പെട്ട യഥാർത്ഥ ചില പ്രാർത്ഥനയിലും ദീർഘവീക്ഷണത്തിലും ആലോചനയിലും ഈ കലാലയത്തിന് രൂപം കൊടുക്കുന്നതിന് നേതൃത്വം നൽകി. എളിയ തുടക്കത്തിൽ ദൈവം കൂടുന്നത് വളർത്തി ഇത്രത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ സംഭാവന ചെയ്യുന്നത് ഈ കലാലയത്തെ പ്രാപ്തമാക്കി. ഈ കലാലയം ഈ പ്രദേശത്ത് നൽകി വരുന്ന അതുല്യമായ സംഭാവന
ഈ പ്രദേശത്ത് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഇവിടെ പകർന്നുകൊണ്ടാണ്. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ സാധാരണ കുടുംബങ്ങളിൽ എത്തിക്കുന്നു എന്നതാണ് ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ പ്രത്യേകത. ഇത് ഈ പ്രദേശത്തോടുള്ള സഭയുടെ ബഹുമാനപ്പെട്ട കലോത്സവത്തിന്റെ സമർപ്പണത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ നാൾ പുരോഗതി കൈവരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടതിനെ ഹൃദയവും ഈ 2 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വേളയിൽ സഭയുടെയും ഈ പൊതുസമൂഹത്തിന്റെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിലുള്ള അഭിനന്ദനം സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. ഏറെ ദൂര യാത്ര ചെയ്യുന്നുണ്ട്. വിദ്യാലയത്തിൽ പഠിക്കുന്ന ഇവിടുത്തെ പൗര സമൂഹവും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഭാവി നമ്മെ നയിക്കേണ്ടുന്ന ഈ പൗര സമൂഹത്തിന് മൂല്യബോധവും സാങ്കേതിക വിവരവും പരിജ്ഞാനവും മനസ്സുകൾ വായിച്ചെടുക്കുന്നതിനുള്ള അഭിവാഞ്ജയും ഔത്സുക്യവുമെല്ലാം നൽകുന്നത് ഈ കലാലയത്തിന് കഴിയുന്നത്. ഈ എബ്രാമത്തിന്റെ ഒരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകതയുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത, ഒരു വിഷയത്തിൽ അച്ഛൻ ഒരു സമർപ്പണം ഏറ്റെടുത്താൽ അത് പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിനുള്ള മനസ്സും ഇച്ഛാശക്തിയും അദ്ദേഹത്തിനുണ്ട്. ഇത് അച്ഛന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സിദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ഈ കലാലയം ഇത്ര വേഗത്തിൽ ഈ നിലയിലേക്ക് വളരുന്നതിന് വലിയ അനുഗ്രഹം ലഭിച്ചു. 20 വർഷം പൂർത്തിയാക്കുമ്പോൾ അച്ഛനോടൊപ്പം ഇവിടെ നേരിട്ട് വന്ന് ഈ ആഘോഷത്തിൽ സംബന്ധിക്കുന്നത് അത് വളരെ ദൈവ നടത്തിപ്പിന്റെ ഭാഗമായി അത് അച്ഛന്റെ പേരിന് കാരണഭൂതനായ അബ്രഹാം എന്ന വലിയ ഗോത്ര പിതാവിന്റെ ആ തിരുനാളിൽ തന്നെ സംബന്ധിക്കുന്നതിന് ഇടയായി എന്നുള്ളതും ഏറെ ഹൃദ്യത പകരുന്ന ഒരു കാലമാണ്. ഈ കാലത്തിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് ഒരു വാക്കുകൂടി പറയുന്നത്, വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുക. മാറ്റമില്ലാത്ത ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ, അത് മാറ്റം മാത്രം. എല്ലാത്തിനും മാറ്റമുണ്ട്, അതിവേഗ മാറ്റമുണ്ട്. ഈ അതിവേഗ മാറ്റത്തിനിടയിൽ ഒരിക്കലും മാറിപ്പോകരുതാത്ത ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളുടെ സംരക്ഷണമാണ് നമ്മുടെ സമൂഹത്തിന്റെ മർമ്മം, നമ്മെ നിലനിർത്തുന്ന ഘടകങ്ങൾ. അത് പല പേരുകളിൽ വിളിക്കും. ഏത് പേരിൽ വിളിക്കുന്നു എന്നതല്ല, ആ മർമ്മം നിലനിൽക്കുന്നതിലാണ് നമ്മുടെ വിജയം. സന്മാർഗം, ദൈവ വിശ്വാസം, ആത്മീയ മൂല്യം, ഇതെല്ലാം പല പേരുകളിൽ നാം വിശേഷിപ്പിക്കുന്നെങ്കിലും അടിസ്ഥാനപരമായി നമുക്ക് മുകളിൽ ഈ ലോകത്തെ പരിപാലിക്കുന്ന ഒരുവൻ, സർവശക്തൻ, നമ്മെ അറിയാവുന്ന ഒരാളുണ്ട് എന്ന വിശ്വാസവും ബോധ്യവും ഉറപ്പും നാം പരസ്പരം ഒരുമിച്ച് പോകുന്നതിന് നമ്മെ സഹായിക്കുന്നു.
ക്രിസ്ത്യ വിശ്വാസത്തിൽ എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. നിനക്കുള്ളതുപോലെ ആത്മാവ് നിന്റെ അടുത്ത് നിൽക്കുന്ന സഹോദരനുണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണ്. ഭാരതീയ ദർശനത്തിൽ ഹൈന്ദവ ദർശനപ്രകാരം ഒരാളെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുകയല്ല, നമ്മൾ നമസ്കാരം പറയുന്നത് ആദരവിന്റെ ലക്ഷണമാണ്. എന്ന് വെച്ചാൽ ഈ കാണുന്ന ശരീരത്തെ അല്ല നാം ആദരിക്കുക, എന്നിൽ കുടികൊള്ളുന്നതാണ്. എന്നിൽ വസിക്കുന്ന ദൈവം അങ്ങേയും വസിക്കുന്നു എന്നുള്ള ആ വലിയ അടിസ്ഥാനപരമായ വിശ്വാസം അത് ഹൈന്ദവനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒരുപോലെയാണ്. നാം അഹംബ്രഹ്മാസ്മി എന്ന ഭാരതീയ വിചാര ആരെയും പറയുന്നത് പോലെ തന്നെ ഇതേ ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ കഥ സൃഷ്ടി, ആ സൃഷ്ടിയെ കാണുമ്പോൾ നാം ബഹുമാനിക്കുന്നത് ഭയപ്പെട്ടതല്ല, ആയുധങ്ങളില്ല, മനുഷ്യ ആത്മാവിനെ തിരിച്ചറിയുന്നതാണ്. ഗ്രൂപ്പ് ഇന്റർനാഷണൽ സ്കൂൾ ഈ തിരിച്ചറിവിന്റെ കലാലയമായി കൂടുതൽ വളരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. സാങ്കേതികമായ അറിവ് നിങ്ങൾക്ക് തരാൻ പ്രാപ്തരായ അധ്യാപകരുടെ നീണ്ട നിര ഇവിടെയുണ്ട്. എന്നാൽ ഈ മൂല്യബോധം നിങ്ങൾ പ്രതിഷ്ഠിക്കാൻ എല്ലാവർക്കും കഴിയണമേ എന്നാണ് പ്രാർത്ഥിക്കുകയാണ്. 20 വർഷം 2 പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ ഈ കലാലയമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കലാലയം വളരെ സമയമായി കത്തോലിക്ക സഭയ്ക്ക് ഈ പ്രദേശത്ത് നൽകുന്ന അഭിമാന ബോധവും ആത്മവിശ്വാസവും അതുപോലെ വലുതാണ്. എന്റെ സ്ഥാപകൻ ബഹുമാനപ്പെട്ട എങ്കിലും സഭയുടെ ഒരു വലിയ അഭിമാന സ്ഥാപനമായിട്ടാണ് ഈ ഒരു വിലമതിക്കുന്നത് കരുതിയിരിക്കുന്നതാണ്. അത് ഈ ആലോചനയുടെയും ഈ ദൈവാശ്രയത്തിന്റെയും വൈദികൻ ഇത് നയിക്കുന്നു എന്നതിന്റെയും എല്ലാം അടിസ്ഥാനം ആ വലിയ നാമത്തിൽ നിന്നാണ്. അച്ഛനോടുള്ള ആദരവ് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛനോട് ചേർന്ന് ഈ കലാലയത്തിന്റെ അഭിവൃദ്ധിക്കായി ഈ ഗ്രാമത്തിലെ ജനപ്രതിനിധികൾ, PTA പ്രസിഡന്റ് വിജയകുമാർ, അതുപോലെ ഇവിടുത്തെ അധ്യാപകർ, ദേശവാസികൾ, അയൽക്കാർ, നിങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കുന്നതിൽ ഈ സഭ അതിന്റെ സന്തോഷവും അഭിമാനവും പങ്കുവയ്ക്കുന്നു. നിങ്ങളെല്ലാവരെയും സർവശക്തൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ 20 വർഷത്തിന്റെ ആഘോഷത്തിന്റെയും നാളുകളുടെയും ആശംസകളും സന്തോഷവും പങ്കുവയ്ക്കുന്ന ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദൈവം